Start small, be consistent, always remember that every single step forward is a victory. तो बच्चों आप कर सकते हैं। तो फटाफट वीडियो के अंदर चलता है। तो बच्चों इस वीडियो के अंदर हम ऐसे 3 टूल किट्स देखने वाला है, आपके जीवन में भी और आपकी पढ़ाई में भी आपको बहुत ऊपर लेके जाने वाला है। നിങ്ങളുടെ പഠനത്തിലും നിങ്ങളുടെ ലൈഫ് സൈക്കിളിലും ഒരു വലിയൊരു മാറ്റം കൊണ്ടുവരാൻ പോകുന്ന 3 ടൂൾ കിറ്റ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പറയാൻ പോകുന്നത്। तो बच्चों इसमें पहला आता है जो 5 मिनट का रूल। എന്താണ് ഈ 5 മിനിറ്റ് റൂൾ എന്ന് പറയുന്നത്? जो 5 मिनट के अंदर है ना, ഇതാണ് നമ്മുടെ ഒരു 5 മിനിറ്റ് ഏതൊരു കാര്യം തുടങ്ങുമ്പോഴും ആദ്യത്തെ ഒരു 5 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആണ്। കാരണം പ്രൊക്രാസ്റ്റിനേഷൻ എന്നൊരു കാര്യം പിന്നെ ചെയ്യാം എന്നൊരു കാര്യം നമ്മുടെ ലൈഫിൽ എപ്പോഴും നമ്മുടെ കൂടെയുള്ള കാര്യമാണ്। ഇതിനൊന്ന് മാറ്റണം, കാരണം ആ ഒരു ടാസ്ക് വളരെ വലുതാണ് എന്നൊരു കാര്യം നമ്മളെ മൈൻഡിനെ എപ്പോഴും എന്താണ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അത് പിന്നീട് ചെയ്യാം നമ്മളെ കൊണ്ട് മാറ്റി വയ്പ്പിക്കുന്നത്। ഈ ഒരു കാര്യം തന്നെയാണ് ഇനേഷ്യൽ നമ്മൾ പഠിക്കുന്നത് അല്ലേ, ന്യൂട്ടൺ ഫസ്റ്റ് ലോയിൽ ഇനേഷ്യലും ഈ ഒരു കാര്യം തന്നെയാണ് പഠിക്കുന്നത്। ദ ബോഡി കണ്ടിന്യൂസ് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ മോഷൻ അൺടിൽ an external unbalanced force acts on it. ഒരു പുഷ് അവിടെ കിട്ടാനില്ലെങ്കിൽ എന്താണ് അത് റെസ്റ്റിലുള്ള സാധനം റെസ്റ്റിൽ തന്നെ നിൽക്കും, മോഷനിലുള്ള സാധനം മോഷനിൽ തന്നെ പോയിക്കൊണ്ടിരിക്കും। സോ ഒരു അൺബാലൻസ്ഡ് ആയിട്ടൊരു ഫോഴ്സ് നമ്മൾ എന്താണ് അതിൽ ആക്ട് ചെയ്യണം। ആ ഒരു ആക്ട് ചെയ്യുന്ന ഫോഴ്സ് ആണ് നമ്മൾ അതിന് കൊടുക്കണം, നമ്മുടെ ഒരു ത്രൈവ് തന്നെയാണ്। സോ അതെങ്ങനെയാണ് നമ്മൾ ബിൽഡ് ചെയ്യുക? നമ്മളൊരു പ്രവൃത്തി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? നമ്മളൊരു ഇൻവോൾവ്മെന്റ് അതിലേക്ക് കൊടുക്കണം। എന്താണ് ആ ഒരു ഇൻവോൾവ്മെന്റ് എന്ന് പറയുന്നത്? നമുക്ക് വളരെ വ്യക്തമായിട്ടൊരു പ്ലാനിങ്ങിലൂടെ അതിനെ മാത്രം ഫോക്കസ് ചെയ്യാം। നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് വരുന്ന എല്ലാം, ഫോൺ ആണെങ്കിൽ ഫോണ്, ഫ്രണ്ട്സ് ആണെങ്കിൽ ഫ്രണ്ട്സ്, നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് അലട്ടുന്നത് അതിനൊക്കെ മാറ്റി നിർത്തിയിട്ട് ആദ്യത്തെ 5 മിനിറ്റ് അതിൽ ഫോക്കസ്ഡ് ആയിട്ട് അതിൽ എങ്ങനെ തുടങ്ങണം എന്നൊരു പ്ലാനിങ് വ്യക്തമായി കൊണ്ടുവരിക। കാരണം വലുതായി ചിന്തിക്കരുത്, അതിന്റെ എൻഡ് എങ്ങനെയാണ്, അത് എങ്ങനെ തീർക്കും, അത് വലുതാണല്ലോ എന്ന ചിന്തയല്ല, മറിച്ച് അതിലെങ്ങനെ തുടങ്ങാം എന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് സൂപ്പർ ആയിട്ട് ചെയ്യാം। അതുകൊണ്ട് തന്നെ ആദ്യത്തെ 5 മിനിറ്റ് വളരെ ക്രൂഷ്യൽ ആണ്। तो बच्चों इसमें दूसरा आता है हमारी जो पोमोडोरो मेथड। जो पोमोडोरो टेक्निक आपको जानता है, നിങ്ങൾക്കറിയാം പോമോഡോറോ ടെക്നിക് എന്താണെന്ന്, അതിന്റെ ആപ്പ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണ്, അത് വെച്ചിട്ട് പഠിക്കുന്നവരൊക്കെ ഉണ്ടാവാം। സോ പോമോഡോറോ ടെക്നിക് എങ്ങനെ ലാംഗ്വേജ് പഠിക്കാം എന്നൊരു കാര്യം തന്നെയാണ് ഞാൻ ഇവിടെ പറയുന്നത്। കാരണം റീഡിംഗ് ആയിക്കോട്ടെ, റൈറ്റിംഗ് ആയിക്കോട്ടെ, ഗ്രാമർ ആയിക്കോട്ടെ, ഇതിലൊക്കെ പോമോഡോറോ ടെക്നിക് യൂസ് ചെയ്യാം। പോമോഡോറോ എന്താണെന്ന് അറിയാത്തവർക്ക് ഞാൻ വളരെ പെട്ടെന്ന് പറഞ്ഞുതരാം। നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോൾ എന്നാണ് ഒരു കാര്യം 25 മിനിറ്റ് നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്। അതിലെന്ത് ചെയ്യണം? ആ 25 മിനിറ്റ് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത് അതൊക്കെ വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ട് 25 മിനിറ്റ് ശേഷം വീണ്ടും ഒരു 5 മിനിറ്റ് ബ്രേക്ക് എടുത്തതിന് ശേഷം വീണ്ടും വരാം। ഇത് റിപ്പീറ്റഡ് ചെയ്യാം। 2 മണിക്കൂറിന് ശേഷം എന്താണ് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഒരു ബ്രേക്ക് വരാം, വീണ്ടും തിരിച്ചു വരാം। ഈ ഒരു ടെക്നിക്കാണ് പോമോഡോറോയിൽ വരുന്നത്। സോ ഈ ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെ ഗ്രാമർ, അതുപോലെ തന്നെ റൈറ്റിംഗ്, അതുപോലെ തന്നെ എന്താണ് ലിസണിങ് സ്കിൽ ഒക്കെ ഇംപ്രൂവ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഉണ്ട്। അതിൽ 55 മിനിറ്റ് റൂൾ ഒക്കെ അതിലകത്ത് വരുന്നുണ്ട്। സോ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്താണ് കമന്റ് ബോക്സിൽ എന്താണ് പോമോഡോറോ ലാംഗ്വേജ് എന്ന് ടെക്സ്റ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾ ഡീറ്റെയിൽഡ് वीडियो ചെയ്യുന്നതായിരിക്കും। तो बच्चों इसमें तीसरे नंबर में आता है हमारी जो फेमैन टेक्निक। आपने जो फेमैन टेक्निक सुना होगा, നിങ്ങൾ ഫേമാൻ ടെക്നിക് കേട്ടിട്ടുണ്ടാവും। क्या है इस फेमैन टेक्निक के अंदर? എന്താണ് ഈ ഫേമാൻ ടെക്നിക്കിന്റെ അകത്ത് വരുന്നത്? സോ ഏതൊരു കാര്യവും നമ്മൾ പഠിക്കാൻ എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം എന്നൊരു കാര്യമാണ് ഫേമാനിൽ പറയുന്നത്। നമ്മൾ അതിനെ മനസ്സിലാക്കുക, സ്വായക്തമാക്കുക എന്ന കാര്യമാണ് ഫേമാൻ ടെക്നിക്കിൽ വരുന്നത്। സോ ഫേമാൻ ടെക്നിക്ക് എങ്ങനെ ലാംഗ്വേജിൽ ഉപയോഗിക്കാം? സയൻസ് സബ്ജക്റ്റുകളിൽ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്। ഇതെങ്ങനെ ലാംഗ്വേജിൽ ഉപയോഗിക്കാം? तो आपको करना है ഏതൊരു കാര്യം ചെയ്യുമ്പോൾ എന്താണ് അതിനെ മനസ്സിലാക്കിക്കാൻ നമ്മളോട് തന്നെ പറഞ്ഞാൽ മതി। നമ്മൾക്ക് തന്നെ മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആ ഒരു കാര്യം മനസ്സിലാവും। ഒരു കുട്ടിയോട് എങ്ങനെ പറഞ്ഞു കൊടുക്കാം എന്ന രീതിയിലാണ് ഫേമൻ ടെക്നിക്ക് വരുന്നത്। കാരണം ഒരു കുട്ടി നിങ്ങളുടെ മുന്നിൽ ഉണ്ടാകാം അല്ലെ, ആ കുട്ടിയോട് നമ്മൾ എങ്ങനെ, അവനൊന്നും അറിയത്തില്ല, കൺസെപ്റ്റ് അറിയാത്തൊരു കുട്ടിയാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്। സോ അവന് ഈ ഒരു ലാംഗ്വേജിൽ നമ്മൾ പഠിച്ച റൈറ്റിംഗ്സ് ആയിക്കോട്ടെ, കഹാനി ആയിക്കോട്ടെ, കവിത ആയിക്കോട്ടെ, ഒന്നും അറിയാത്ത ഒരു കുട്ടിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിൽ, അവന് മനസ്സിലാക്കുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കാമെന്ന് ശ്രമിച്ചു നോക്കിയേ। അത് നിങ്ങളോട് തന്നെ നിങ്ങൾ ട്രെയിൻ ചെയ്താൽ മാത്രം മതി। ഫേമൻ ടെക്നിക്കിലൂടെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഒരു സബ്ജക്റ്റ് പഠിച്ചെടുക്കാം। तो बच्चों ऐसे जाते हैं हमारी इंटरेस्टिंग 3 टूल किट्स। इसके साथ आपको और चाहिए तो कमेंट बॉक्स में आप लिख सकते हैं और टूल किट्स आपको लैंग्वेज में या लाइफ में भी इस्तेमाल करने के लिए। तो मुझे उम्मीद है कि मुझे आशा है कि आपको इस वीडियो को बहुत ज्ञानवर्धक होगा और इसी के साथ हम फिर से एक अच्छी वीडियो के साथ मुलाकात होंगे। तो तब तक के लिए धन्यवाद बच्चों, थैंक यू।